ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ? താൻ എടോ, എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഈസ് മീ അൻവർ ഷാ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് 1-2 വീഡിയോ ചെയ്തപ്പോൾ ഉണ്ടായിരുന്നു. അതായത് ശാന്തിയുള്ള ദിനേശ് ചേട്ടൻ പറഞ്ഞ ഒരു വീഡിയോയും അത് രേണുസുതിയെക്കുറിച്ചാണെന്നും പറഞ്ഞ് അതിന് കീഴെ കമൻറ്റുകൾ വന്നപ്പം ഞാൻ തന്നെ എടുത്ത് പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു അത് രേണുസുതിയെക്കുറിച്ചല്ല. കാര്യം അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിട്ടില്ല, രേണുസുതി അല്ല എന്നുള്ളത്. എന്നാലിപ്പോൾ രേണുസുതി തന്നെ ആ വീഡിയോയ്ക്ക് മറുപടിയായിട്ട് വന്നേക്കാണ്. അതായത് തന്നെക്കുറിച്ചാണ് ശാന്തിവിള പറഞ്ഞത് എന്നുള്ള മട്ടിൽ രേണുസുതി ആ വീഡിയോയ്ക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞിരുന്നത് അന്ന് അത് രേണുസുതിയെക്കുറിച്ചല്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ രേണുസുതി തന്നെ വന്നിട്ട് പറയുന്നു അവരെക്കുറിച്ചാണ് ശാന്തിവിള ദിനേശ് വീഡിയോ ചെയ്തേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും നമ്മൾ ആദ്യമായി കാണുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ കാണുന്ന പേജ് ഒന്ന് ലൈക്ക് ചെയ്യണം. കൂടാതെ നിങ്ങൾ ഷെയറും ലൈക്കും കമൻറ്റും ഹൈപ്പും ഒക്കെ നൽകി മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് കൂടി തരണം. അപ്പോൾ എന്തായാലും ഈ വിഷയം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആദ്യം ഞാനൊരു വീഡിയോ ഒന്ന് കാണിക്കുക, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഒരു കോപ്രായം, ആ കോപ്രായ വീഡിയോയ്ക്കകത്ത് നിങ്ങൾ കണ്ട മനസ്സിലാകും. ബൈക്ക് വരുന്ന പുറയിരിക്കുന്ന ഒരാൾ ഇവരെ ചീത്ത വിളിക്കുന്നുണ്ട്, നട റോഡിൽ കിടന്ന് പേക്കൂത്ത് കാണിക്കുന്നതിന്. അപ്പോൾ ആ വീഡിയോ നമുക്കൊന്ന് കാണാം, എന്നിട്ട് മറ്റേതിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോക്കകത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു, ആ പുറകെ ഇരിക്കുന്ന ആളെ കണ്ടോ? ആ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് വെള്ളം എടുപ്പിട്ട അയാൾ പറയുന്നത് പോടാ, റോഡിൽ നിന്ന് കയറി പോടാ, പോയിനടാ പേക്കൂത്ത് കാണിക്കാതെ ഇവിടെ കിടന്ന് കയറി പോടാ എന്ന് പറഞ്ഞ് ഏതാണ്ട് ചീത്ത വിളിക്കുന്നു. ഇവരൊക്കെ ഈ എന്തോരം അപരാധങ്ങളും കാണിച്ചോ? വല്ല പാടത്തെ വരുമ്പത്തെ പോയി കിടന്ന് കാണിച്ചൂടെ? ഇമാതിരി നടു റോഡിൽ വന്നിട്ട് ഇമാതിരി പേക്കൂത്ത് കാണിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അപ്പോൾ നമുക്കെന്തായാലും ശാന്തിവിള ദിനേശ് ചേട്ടനെ രേണുസുതി എടുത്ത് അലക്കുന്ന വീഡിയോ, പൊട്ടിത്തെറിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്, എന്നിട്ട് വേറൊരു വീഡിയോ കാണിക്കാനുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതൊന്ന് കാണാം നമുക്ക്. ഹായ്, ഹലോ, രേണുസുതിയാണ്. എയർ തന്നെയാണ് എപ്പോഴും. എയറിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്ക് അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട്, കുറച്ച് പേരുണ്ട്. അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ്. സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി താങ്ക്സ്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് ഓരോ എന്നെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത്. അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത്. സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാക്കാരനാണ്. സോ ഞാൻ ഏറെ ബഹുമാനിക്കുന്നു. പക്ഷേ ശാന്തിവിള ദിനേശൻ അപ്പൂപ്പ, കുറെ ആയല്ലോ താൻ എന്നെ പറ്റി പറയാൻ തുടങ്ങിയിട്ട്. എനിക്ക് നാണമില്ലേ? താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ? താൻ എടോ, എനിക്ക് 34 വയസ്സേ ഉള്ളൂ. താൻ എന്നെ തൈക്കളവിന്ന് വിളിക്കാൻ നാണമാകുന്നില്ല അപ്പൂപ്പ താങ്കൾക്ക്? ഞാൻ പറഞ്ഞല്ലോ, ദുബായ് റിട്ടേൺ തനിക്ക് അയച്ചു തന്നെന്ന്. ഞാൻ തുണി പറിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ താനെന്ന് ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇടണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ശാന്തിയുടെ ദിനേശ് ചേട്ടൻ കാണുവാണെങ്കിൽ ഇവരെ എടുത്ത് ഉടുക്കുന്ന ഒരു വീഡിയോ ഉടനടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആ ഒരു റിയാക്ഷന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവതാരകരിൽപ്പെട്ട ഒരാളാണ് ഈ ശാന്തിയുടെ ദിനേശ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ ആ സംസാര ശൈലി തന്നെ നമുക്ക് ചിരി വരും. ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോ? പണ്ട് സുധി മരിച്ചതിന് ശേഷം ഇവരെ ഏജ് പറയുമ്പോൾ ഏകദേശം 34 വയസ്സ് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഇത്രയും കാലമായിട്ടും അവർക്ക് ഈ 34 വയസ്സിൽ നിന്ന് അങ്ങോട്ട് കയറ്റമില്ല. ഇവർക്ക് 4 വർഷം കൂടുമ്പോഴല്ലേ 3 വർഷം കൂടുമ്പോഴാണോ ബർത്ത്ഡേ വരുന്നത്? അതെനിക്കറിയാൻ വയ്യാത്തത് ഈ രേണുസുതിയുടെ കാര്യത്തിൽ. ഇനിയിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് രേണുസുതിയുടെ ഒരു വീഡിയോയാണ്. സ്വന്തമായിട്ട് അവർ തന്നെ അവരുടെ ചാനലിൽ ഇടാൻ ഒരു വീഡിയോ എടുത്തിട്ട് അതിന് കാണിക്കുന്ന കോപ്രായമാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്ക്. പിന്നെ എങ്ങനെയാണ് ഈ ആൾക്കാർ പറയാതിരിക്കുന്നത്? നിങ്ങൾ ഇതൊന്ന് കാണും. നമസ്കാരം, രേണുസുതി വീണ്ടും വന്നു. അല്ലോ, അയ്യോ, അത് ഇത് യൂട്യൂബ് ചാനലായിരുന്നു. സോറി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം കുറച്ച് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും സുധി ലൈഫിൽ എത്തിയിരിക്കുകയാണ്. 2 ദിവസം ഫ്രീ ആണ്. നാളെ ബ്ലൂംസ് തൃശ്ശൂരിൽ എനിക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു. സോ ഇത് നാളെ ബന്ധുകാരണം അത് മാറ്റിവെച്ച് എൻ്റെ മാനേജർ കരിഷ്മയും ബ്ലൂംസിലെ ആൾക്കാരും അടുത്തൊരു ഡേറ്റ് ഉടനെ തന്നെ അവർ തീരുമാനിച്ചിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ അവിടെ വരുന്നതായിരിക്കും. അപ്പം ഞാൻ പറയാൻ വന്ന വേറൊന്നുമല്ല, എൻ്റെ നോവോകെയറിൽ എൻ്റെ പല്ലിൻ്റെ ഇംപ്ലാന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ മാറ്റം നന്നായിട്ട് അറിയുന്നുണ്ട്. നല്ല ട്രീറ്റ്മെൻ്റ് ആണ്. അതുപോലെ അലൈനർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഊരിയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഊരിയതാണ് അലൈനർ ഇട്ടേക്കുന്നത്. സോ ഗൈസ്, ഒരുപാട് നല്ല അടിപൊളി മാറ്റമുണ്ട്. ലെബനാണെങ്കിൽ വന്നേ നോവോകെയറിൽ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നോവോകെയറിൽ എൻ്റെ ടീത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞു ഗൈസ്. ഇംപ്ലാന്റ് 2ഉം ഇട്ടു. നല്ലതായിട്ട് എന്താ പറയുക, നല്ല മാറ്റമുണ്ട് എൻ്റെ കവിളിന്. അതുപോലെ ഇനി പല്ല് വെക്കണം, മിസ്സിംഗ് ആയിട്ടുള്ള പല്ല് വെക്കണം. പിന്നെ അലൈനർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നത്. അപ്പം ഗൈസ്, അപ്പം വീണ്ടും കാണുന്നതോടും വരെ ലവ് യു ഓൾ. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. അയ്യോ, ശുഭരാത്രി, ഗുഡ് നൈറ്റ് ഗൈസ്. ഇവരെ ആ ഭാഷയും പഠിത്തി എന്തിനാണ്? നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം പ്രമോഷനും അത്യാവശ്യം ഉദ്ഘാടനങ്ങളും അത്യാവശ്യം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ടല്ലോ.
പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും പഴയതുപോലെ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഇമാതിരി കോപ്രായങ്ങൾ വന്നിരുന്ന് കാണിക്കുന്നത്? നിങ്ങളെന്ന സ്ത്രീയോട് ഞങ്ങൾക്ക് ഒരു എതിർപ്പും ഇല്ല. നിങ്ങളുടെ ഈ ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അതിനോട് മാത്രമാണ് നമുക്ക് വിയോജിപ്പുള്ളത്. എൻ്റെ പൊന്നു സ്ത്രീയെ, ഇനിയെങ്കിലും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായിരുന്നാലും ഇന്ന് രേണുസുധിയുടെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കണം എന്ന് കരുതി. അപ്പോൾ ശാന്തിയുള്ള ദിനേശേട്ടൻ്റെ മറുപടി വരുവാണെങ്കിൽ അത് നമ്മളെടുത്ത് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വേറൊരു വീഡിയോ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ബൈ. താങ്ക്